ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യമാണ് പരസ്പരമുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഈ പരസ്പരമുള്ള സ്നേഹം ചിലപ്പോഴെങ്കിലും ഭ്രാന്തമായിട്ട് മാറാറുണ്ട്. ചിലപ്പോൾ സ്നേഹം കിട്ടാത്തത് കൊണ്ട് തകർന്ന് പോകുന്നവരുമുണ്ട്. എന്നാൽ സ്നേഹം ഈ ഭ്രാന്തമായിട്ടുള്ള സ്നേഹം അധികമായാലും അത് പ്രശ്നങ്ങൾ നമുക്കറിയാം. അമൃതായാലും അധികമായാൽ വിഷമാണ് എന്ന് പറയുന്നത് പോലെയാണ് സ്നേഹം കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും കുഴപ്പം. എന്നാൽ നമ്മളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്നവരിൽ മാത്രം കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പ്രണയത്തിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ടതായിട്ട്, നമ്മൾ പ്രണയത്തിലേക്ക് ആവുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ആരാണ് നമ്മളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ടുള്ള കുറച്ച് ടിപ്പുകളും അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ അവരെപ്പോഴും നിങ്ങളെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെക്കുറിച്ചായിരിക്കും നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരെക്കുറിച്ചായിരിക്കും നിങ്ങളെപ്പോഴും പറയണം എന്നുള്ളത് നിങ്ങളെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുക. തികച്ച് സ്വാർത്ഥത നിറഞ്ഞൊരു കാര്യമാണ്. അതൊരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഒരിക്കലും അത് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാനോ മറ്റൊരാൾക്ക് സാധിക്കില്ല. അത് നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങളോട് ഒരാൾ ബിഹേവ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതെപ്പോഴും നിങ്ങളോടുള്ള ഭ്രാന്തമായ സ്നേഹത്തിൻ്റെ ഒരു അടയാളം മാത്രമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എപ്പോഴും നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ പറയുന്നത് അവർ ശ്രദ്ധാപൂർവം കൂടുതൽ പ്രാധാന്യത്തോടു കൂടിയിട്ടായിരിക്കും ശ്രദ്ധിക്കുന്നത്. അതുപോലെ മറ്റുള്ള എന്ത് കാര്യങ്ങളെക്കാളും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കായിരിക്കും അവർ. അതുപോലെ തന്നെ അവർ തിരിച്ചും ഇതുപോലെ ആഗ്രഹിക്കും നിങ്ങൾ പൂർണ്ണമായിട്ടും അവരെ കേൾക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണമെന്ന്. അത് എപ്പോഴും അത്ര പ്രാക്ടിക്കലാവില്ല. എന്നാൽ പോലും കുറച്ചെങ്കിലും അവർക്ക് പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇമ്പോർട്ടൻസ് അവരുടെ ഓരോ കാര്യങ്ങളിലും കൊടുക്കേണ്ടത്. എന്നാൽ പോലും അതൊരിക്കലും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ആർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അമിതമായി കഴിഞ്ഞിട്ട് എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും അമിതമാവാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തൊരു അടയാളമായിട്ട് പറയാവുന്നതാണ് നിങ്ങളെ എപ്പോഴും മറ്റുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ അവർ അത് തിരിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ അവരിലേക്ക് ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രണയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ചില ആളുകൾ നമ്മളുടെ ഇടയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും. ചിലപ്പോൾ മെസ്സേജായിട്ടായിരിക്കും അല്ലെങ്കിൽ വിളിക്കും. ഇതുവരെ ഒരിക്കലും നമുക്കത് വിശ്വസിക്കാനേ അല്ലെങ്കിൽ നമുക്കവർ ഇഷ്ടപ്പെടാനേ സാധിക്കില്ല. നമുക്കൊരാവശ്യം അല്ലെങ്കിൽ ഉള്ളപ്പോൾ മാത്രമല്ല നമ്മളൊരാളെ കോണ്ടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യേണ്ടത്. എപ്പോഴും നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അത് എപ്പോഴും പ്രകടിപ്പിക്കണം. എപ്പോഴും ഫുൾ ടൈം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് മാത്രം നമ്മളെ സമീപിക്കുന്ന ഒരു വ്യക്തിയെ ഒരു തരത്തിലും നമ്മൾക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു നല്ലൊരു പ്രണയമായിട്ട് നമുക്ക് കണക്കൂട്ടാനേ സാധിക്കില്ല. ചില ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളുണ്ട്. അവരെ ആഗ്രഹിക്കുന്നത് അവരെക്കുറിച്ച് നമ്മളെപ്പോഴും സ്ത്രീയായാലും പുരുഷൻ അവരെക്കുറിച്ച് മാത്രം നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവരൊരിക്കലും നമ്മളുടെ ചിന്തകൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾക്കോ ഒരിക്കലും ഒരു ഇമ്പോർട്ടൻസ് നൽകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളവരെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആവശ്യം എന്താണ്? ഒരിക്കലും അങ്ങനെ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരിക്കലും ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ മാക്സിമം അവോയ്ഡ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതായത് അവർക്ക് വേണ്ടി മാത്രം നമ്മളെപ്പോഴും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മളെക്കുറിച്ച് അവരൊരു തരത്തിൽ ഒരിക്കലും ചിന്തിക്കാതെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒരിക്കലും ഒരു നല്ല ശാശ്വതമായിട്ട് ഉള്ള ബന്ധമായിരിക്കില്ല. അതുപോലെ തന്നെ അവ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പലരുണ്ട് അവരെ അമിതമായിട്ട് സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അമിതമായിട്ട് ഇടപെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാറുണ്ട്. ഈ കുറ്റപ്പെടുത്തലുകൾ പോകെ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വഴക്കുകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുകയും അത് പരസ്പരം പറഞ്ഞു തീർക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ളൊരു ബന്ധം ദൃഢമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തലുകൾ
മാക്സിമം, അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിലും അല്ലെങ്കിൽ സ്നേഹിക്കാൻ നിങ്ങൾക്ക്, പക്ഷെ അത് മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന രീതിയിലാവാതെ ശ്രദ്ധിക്കുക. മാക്സിമം കുറ്റപ്പെടുത്തലുകൾ, മാക്സിമം അവരെക്കുറിച്ച് നെഗറ്റീവ് പറയുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഏതൊരു ബന്ധമാണെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ സുഗമമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നതാണ്. പരസ്പരം സ്നേഹിച്ചാലും അല്ലെങ്കിൽ സ്നേഹിക്കാതിരുന്നാലും അതിൽ പ്രശ്നങ്ങളുണ്ട്. ഭ്രാന്തമായിട്ട് നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കും നമ്മൾ സ്നേഹിക്കുകയാണ് എന്ന് വെച്ചിട്ട് ഭ്രാന്തമായിട്ട് സ്നേഹിച്ച് അവരെ മാക്സിമം എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്ത് അവരുടെ ഒരു സ്വാതന്ത്ര്യമില്ല, അവർക്ക് യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക. ഏതൊരു മനുഷ്യനാണെങ്കിലും ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ജീവജാലങ്ങളെല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. അത് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ആ സ്നേഹം നല്ല രീതിയിൽ കാലാകാലത്തോളം നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ സ്നേഹം ഭ്രാന്തമാവി പോയത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇത്ര ആദ്യം പറഞ്ഞ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.